സ്വച്ഛ സർവേഷൻ പുരസ്കാരം ലഭിച്ച മട്ടന്നൂർ നഗരസഭാ കൗൺസിലർമാരും ചെയർമാനും ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവർ ഈ അവാർഡ് വാങ്ങിയതിനു ശേഷം ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. വലിയ അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷം. കേരളത്തിലേക്കൊന്നും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നഗരസഭയ്ക്ക് ഒരു അവാർഡ് ലഭിക്കുന്നത്. അതായത് വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും വിജ്ഞാന ഭവൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനമാകുന്ന രീതിയിലാണ് മട്ടന്നൂർ നഗരസഭയ്ക്ക് ഈ പുരസ്കാരം. രാജ്യത്തിൻ്റെ സ്വച്ഛ സർവേഷൻ റാങ്കിങ്ങിൽ നമ്മൾ ഉയർന്ന സ്ഥാനത്തേക്ക് വരികയും അങ്ങനൊരു പുരസ്കാരം നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് മട്ടന്നൂർ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുകയാണ്. ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ കൂടി ഫലം. ഏറ്റവും ജനകീയ കൂട്ടായ്മയിലൂടെയാണ് മട്ടന്നൂരിൽ ശുചീകരണ പ്രവർത്തനങ്ങളും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടത്തിയിട്ടുള്ളത്. കൊച്ചുകുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ ഇതിൻ്റെ ഭാഗമായി പങ്കെടുത്തു. നമ്മുടെ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ഏറ്റവും മികച്ച രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും നടത്തി. ജനപ്രതിനിധികളാണെങ്കിൽ ഓരോരുത്തരും അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെയാണ് നമുക്ക് ഈ കേന്ദ്ര സർക്കാർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഈ നേട്ടം നേടാൻ സാധിച്ചത്. നമുക്കിവിടെ ഈ ഡൽഹിയിലാണെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് ചെയർമാന് പൂർണ്ണ പിന്തുണ നൽകി കൗൺസിലർ അംഗങ്ങളൊക്കെ ഇങ്ങനെ ഒപ്പം നിൽക്കുന്നവരും. അതായത് നമ്മുടെ നഗരസഭാ കൗൺസിൽ ഒറ്റക്കെട്ടായാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മൾ നടത്തുന്ന ഒരു മെഗാ ക്ലീനിങ് ക്യാമ്പയിൻ, അതിനകത്ത് ഏതാണ്ട് 1500ഓളം പേർ പങ്കെടുക്കും. അപ്പോൾ ഈ 1500 പേരുടെ മനസ്സിലും നമ്മളെ ഒരു ശുചീകരണത്തിൻ്റെയും മാലിന്യ സംസ്കരണത്തിൻ്റെയും പ്രാധാന്യം എത്തിക്കുന്നതിന് വേണ്ടി ഇതിലൂടെ സാധിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളെയും പ്രത്യേകം യോഗം വിളിച്ചു ചേർത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നഗരസഭയും അവരെ നന്നായി സഹായിക്കുന്നുണ്ട്. അതാണ് ഈ നേട്ടങ്ങളൊക്കെ നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്ത് പറയുന്നു ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം? തീർച്ചയായും വളരെയേറെ സന്തോഷമുണ്ട്. നഗരസഭയിലെ ജീവനക്കാർ ഒന്നടങ്കം, കൗൺസിലർമാർ, അവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം ഇതിൻ്റെ പിറകിൽ അണിനിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് നമുക്ക് മേടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ഇത് നാടിനു വേണ്ടി സമർപ്പിക്കുന്നു. എന്താണ് പറയാനുള്ളത്? കേരളത്തിൻ്റെ പ്രോമിസിംഗ് ഷഹർ എന്നാണ് നമുക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. കേരളത്തിന് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ മട്ടന്നൂർ ഇനിയും കാഴ്ചവെക്കും. ഇനിയും മുന്നേറാനുള്ള കൂട്ടായ പരിശ്രമം ഞങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റ് നഗരസഭകൾക്ക് കൂടി ഒരു മാതൃക കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ഈ ഘട്ടം. മറ്റ് നഗരസഭകൾക്ക് കൂടി പകർത്താവുന്ന ഒരു മാതൃകയാണ് മട്ടന്നൂർ കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാവരും അത് പിന്തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു സന്തോഷത്തിലാണ്. വളരെ അഭിമാന നിമിഷമാണ് ഇത്. ഡോക്യുമെന്റേഷൻ്റെ ചുമതല നന്ദിത. ഇവരുടെ നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതാത് സമയത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതിന് നേതൃത്വം കൊടുത്തില്ല നമ്മളെ യങ് പ്രൊഫഷണലിൻ്റെ നന്ദിതയും അതുപോലെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ ആളുകളാണ്. എങ്ങനെയായിരുന്നു ഒരു പ്രവർത്തനങ്ങൾ, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഏകോപനവും ഒക്കെ? നമുക്ക് എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുവരാനൊക്കെ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഏറ്റവും വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് എപ്പോഴും ചെയർമാൻ തന്നെയാണ്. ഏതൊരു ക്യാമ്പയിൻ വരുമ്പോഴും സാറിനോട് വന്ന് സംസാരിക്കും. അതൊരു കൂട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാറിൻ്റെ സ്ട്രാറ്റജീസും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഹെൽത്ത് ടീമിൻ്റെ കൂടെ ഇരുന്ന് CCM ബാക്കി എല്ലാ ഹെൽത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ ഈ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് നേടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഞങ്ങൾ വന്നത്. എന്താണ് നമുക്ക് കഴിഞ്ഞ വർഷം 1580 റാങ്കിലാണ് ദേശീയതലത്തിൽ നമുക്കുണ്ടായിരുന്നത്. അത് ഒറ്റയടിക്ക് നമുക്ക് ഈ വർഷം 53 റാങ്കിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതോടൊപ്പം സംസ്ഥാനത്ത് നമ്മൾ കഴിഞ്ഞ വർഷം 3-ാം സ്ഥാനത്തായിരുന്നു. ആ 3-ാം സ്ഥാനം എന്നുള്ളത് സംസ്ഥാന തലത്തിലുള്ള അവാർഡ് നമുക്ക് 1-ാം സ്ഥാനത്തിലെത്തി. അതുപോലെ ഈ സ്വച്ഛ് ഷഹർ, ആ ഷഹർ എന്ന് പറയുന്ന അവാർഡാണ് നമുക്ക് കേരളത്തിൻ്റെ സംസ്ഥാനത്ത് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ കൗൺസിലർമാരും ജീവനക്കാരും അവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളും നമ്മുടെ ശുചീകരണ ജീവനക്കാരും അതുപോലെ തന്നെ ഹരിതകർമ്മസേന അവരുടെ പ്രവർത്തനത്തെ എടുത്തു പറയാതിരിക്കാൻ വഴിയില്ല. അങ്ങനെ മൊത്തം നമ്മുടെ ജനത്തിൻ്റെ ആകെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ ഒരു നേട്ടം നേടിയെടുക്കാൻ സാധിച്ചത്. അതിന് ഈ ഒരു നേട്ടം കൂടുതൽ ഉത്തരവാദിത്വം നമുക്ക് ഏൽപ്പിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് മട്ടന്നൂർ നഗരസഭയുടെ മൊത്തത്തിലുള്ള ഈ പറഞ്ഞതുപോലുള്ള തൊഴിലാളികളുടെ അടക്കമുള്ള ഒരു കഠിനാധ്വാനമാണെങ്കിലും ഇപ്പോൾ കേരളത്തിന് ഒന്നാകെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് പൂർവ്വസൂര്യരായിട്ടുള്ള നമ്മുടെ ഭരണകർത്താക്കളും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒരുപാട് പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിലവിലുള്ള നമ്മുടെ ഒരു അവസ്ഥ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് മലിനജലം സംസ്കരിക്കുന്ന സംവിധാനം, അതുപോലെ FSTP ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണം. അതുപോലെ നമുക്ക് സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കാനുള്ള അതിന് ഈ നിലവിൽ വർഷം പദ്ധതിയുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് സ്വച്ഛ സർവേഷൻ വരുന്ന സമയമാകുമ്പോൾ നമുക്ക് കൂടുതൽ ദേശീയ തലത്തിൽ കൂടുതൽ റാങ്കിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം മട്ടന്നൂർ നഗരസഭയ്ക്കുണ്ട്. അപ്പോൾ പുതിയ പദ്ധതികളുമായി അടുത്ത അവാർഡ് വാങ്ങിക്കാൻ നമുക്ക് വീണ്ടും ഡൽഹിയിൽ കാണാം. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, നേരത്തെ ഇവിടെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ഹരിതകർമ്മസേനയെയും നമ്മുടെ ശുചീകരണ തൊഴിലാളികളെയും നമ്മുടെ തൊഴിലുറപ്പുകാരെയും മട്ടന്നൂർ നഗരവാസികളെയും ആണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശികളായി നമുക്ക് കണക്കാക്കാൻ കഴിയുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രി ശ്രീ MP രാജേഷ് അവിടെ അവലോകന യോഗം നടത്തുകയാണ്.
മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനായിരുന്നു. ആ ക്യാമ്പയിൻ നടത്തിയപ്പോൾ കേരളം ഉയർന്ന റാങ്കുകളിലേക്ക് മാറി. അതാണ് ഇന്നത്തെ ഈ അവാർഡ് ദാന ചടങ്ങിൽ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ നഗരസഭ തന്നെ ഏറ്റവും പിറകിൽ നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് മാലിന്യമുക്ത നവകേരളമാണ്. അപ്പോൾ മന്ത്രി അതിൻ്റെ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതിനുശേഷം നിങ്ങളെയൊക്കെ കാണുമെന്ന് കരുതുന്നു. തീർച്ചയായും വലിയൊരു സന്തോഷത്തിൽ തന്നെയാണ് അവർ. ഒന്നിച്ചുള്ളൊരു പ്രവർത്തനം, കഠിനാധ്വാനം ഒക്കെയാണ് ഈ ഘട്ടത്തിൽ ഫലം കണ്ടിരിക്കുന്നത്. കേരളത്തിലെ മറ്റ് നഗരസഭകൾക്ക് കൂടി മാതൃക എന്ന തരത്തിലേക്ക് മട്ടന്നൂർ നഗരസഭ മാറുകയാണ്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24.